കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ നിരന്തരം ഫോൺ വഴി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ചോദ്യം ഇതാണ്, എന്താ പറയുക, പാവപ്പെട്ട ആണുങ്ങൾ അവർക്കെതിരെ കോടതിയിൽ നിന്നും പലപ്പോഴും മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കോടതിക്ക് അങ്ങനെ ഒരു പുരുഷന് എതിരെയായിട്ട് അവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നിയമം പാസ്സാക്കുവാനായിട്ടുള്ള അവകാശമുണ്ടോ? സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ്, എല്ലാവരും പറയുന്ന കേസാണ്, എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്. പെണ്ണുങ്ങളൊരു കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതോടുകൂടി ആണുങ്ങളുടെ കാര്യം തീരുമാനമാകും. പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമേ കോടതി നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതാണ്: എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് മാത്രമാണ്, ആണുങ്ങൾക്ക് ഇവിടെ അവകാശമില്ല. ആണുങ്ങളുടെ മൗലികാവകാശത്തിന് വയലേഷൻ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ വയലേറ്റ് ചെയ്യുവാനായിട്ട് കോടതിക്ക് അവകാശമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതിനുള്ള ഉത്തരമാണ് നമ്മളിത് പറയാനായിട്ട് പോകുന്നത്. കേസ് ഞാൻ ആദ്യം പറയാം. AR അൻദുലൈ വേഴ്സസ് RS നായക് എന്നാണ് കേസിൻ്റെ പേര്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് കേസ് വന്നിട്ടുള്ള സമയം AIR 1988 SC 1521 എന്നുള്ളതാണ് ഈ കേസ്. ഈ കേസിൽ വളരെ ക്ലിയർ കട്ടായിട്ട് സുപ്രീം കോടതി പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. പോയിന്റ് ഇങ്ങനെയാണ്: The 7 judges bench of the Supreme Court held that a court cannot pass an order. മനസ്സിലായില്ലേ? Cannot pass an order or issue a direction which would be violative of fundamental rights of citizens എന്നാണ് പറയുന്നത്. അതായത് സിറ്റിസൺസ് എന്നുള്ള വാക്കാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വുമൺ എന്നോ അല്ലെങ്കിൽ മാൻ എന്നോ ട്രാൻസ്ജെൻഡേഴ്സ് എന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിലെ സിറ്റിസൺ ആയിട്ടുള്ള, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ആണോ പെണ്ണോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ, മൗലിക അവകാശങ്ങളെ വ്യതിചലിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിപ്പിക്കുന്ന ഒരു ഓർഡറോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഓഫ് ഡിറക്ഷനോ ഇഷ്യൂ ഓഫ് ഡിറക്ഷൻ മീൻസ് നിർദ്ദേശങ്ങളോ പുറപ്പെടുപ്പിക്കുവാനായിട്ട് കഴിയില്ല. അതിനുള്ള അവകാശം ആർക്കില്ല? കോടതിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയാലും ഒരോടെണ്ണം പറയാം. 7 judges bench of the Supreme Court held that a court cannot pass an order. Court cannot pass an order എന്നാണ് പറയുന്നത്. Or issue a direction which would be violative of fundamental rights of citizens. അഡീഷണൽ ആയിട്ട് പറയുന്നൊരു പോയിന്റും കൂടി ഉണ്ട്. ഇൻ വ്യൂ ഓഫ് ദി ജഡ്ജ്മെന്റ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ എക്സ്പ്രഷൻ സ്റ്റേറ്റ് ആസ് ഡിഫൈൻഡ് ഇൻ ആർട്ടിക്കിൾ 12 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് ജുഡീഷ്യറി ഓൾസോ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് വരാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 12 എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ പുരുഷന്മാർക്ക് അവകാശമില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ കേസ് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അവിടെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിയമം അറിയുന്ന ആൾക്കാരാണെങ്കിലും ശരി, അറിയാത്ത ആൾക്കാരാണെങ്കിലും ശരി, ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചാലാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.